കേരളം നമ്പർ 1 ആയതിൻ്റെ പ്രശ്നമാണിപ്പോൾ ബി.ജെ.പി. മന്ത്രിയെയും അനുയായികളെയും വിഷമിപ്പിക്കുന്നത്. അതങ്ങ് മാറ്റിയാൽ കാശ് തരാമത്രേ. അപ്പോൾ ഒരു കാര്യം അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്, കേരളത്തിന് പണം തന്നില്ല എന്ന്. കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് ധനസഹായം നൽകുന്നത് 3 രീതികളിലാണ്. 1 ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം, 2 കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വഴി, 3 കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള പദ്ധതികളിലൂടെ. ഇതിൽ ധനകാര്യ കമ്മീഷൻ പിന്നോക്കാവസ്ഥ മാനദണ്ഡമായി എടുത്താണ് പണം വിതരണം ചെയ്യുന്നത്. പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഓരോ കമ്മീഷനും കൂടുതൽ പണം അനുവദിക്കുന്നു. മുന്നോക്കം നിൽക്കുന്നവർക്ക് കൂടുതൽ കുറവും. അങ്ങനെ 3.8% ധനകാര്യ കമ്മീഷൻ്റെ അവാർഡിൽ വിഹിതമുണ്ടായിരുന്ന കേരളത്തിന് ഇപ്പോൾ 1.9%. ഈ വീതം വെപ്പിൽ ഇന്ത്യയിൽ ഏറ്റവും പിന്നിലാണ് കേരളം. ഉത്തർപ്രദേശിന് 17.9% നൽകുമ്പോഴാണ് ഈ ദുരവസ്ഥ. ഗുജറാത്തിന് 3.5% അനുവദിക്കുന്ന ധനവിഹിതം. എന്തു ചെയ്യാം, ബി.ജെ.പിയുടെ സർക്കാരിൻ്റെ വീതം വെപ്പല്ലേ. ഇന്ത്യയിൽ കേരളം മുന്നിൽ തന്നെയാണ്, അതിൻ്റേതായ പ്രശ്നങ്ങളുമുണ്ടാകും. മറ്റ് മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങൾക്കും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ലാത്ത 2ാം തലമുറ പ്രശ്നങ്ങളാണ് കേരളത്തിൻ്റേത്. നമ്മുടെ നാട് സാമൂഹ്യ മേഖലകളിൽ പുരോഗതി കൈവരിക്കുന്നതിൽ ഊന്നിയതുകൊണ്ട് പശ്ചാത്തല സൗകര്യങ്ങളിൽ വേണ്ടത്ര നിക്ഷേപം നടത്താനായില്ല. തന്മൂലം പശ്ചാത്തല സൗകര്യങ്ങളിൽ പിന്നോക്കമാണെന്നതാണ്. ഇതിൽ അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ നേട്ടങ്ങൾ നിലനിർത്താനാവില്ല. അതുകൊണ്ടാണ് കേന്ദ്രത്തോട് ചോദിക്കുന്നത്. അവിടെ നമുക്ക് അവഗണനയാണ്. ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ ചിലവിൻ്റെ 65% നമ്മൾ തന്നെയാണ് കണ്ടെത്തുന്നത്. അതുകൊണ്ട് വികസന കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ സഹായം വേണം. വെറുതെയല്ല. ഇവിടെ നിന്നും പിരിച്ചു കൊണ്ടുപോകുന്ന പണത്തിൻ്റെ 30% മാത്രമേ ഇപ്പോൾ കേരളത്തിന് തിരിച്ചു തരുന്നുള്ളൂ. അതിൽ നിന്നു മതി, മുഴുവൻ വേണ്ട, കുറച്ചുകൂടി. ഒരേ ദേശീയ മാനദണ്ഡങ്ങൾ ഇത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കരുതെന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്തിനും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സ്വന്തം സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. ഈ ഒരു സാഹചര്യത്തിലാണ് ഓരോ കേന്ദ്ര ബജറ്റിന് മുമ്പും കേരളത്തിൻ്റെ ധനമന്ത്രി കേന്ദ്ര സർക്കാരിന് മുന്നിൽ നമ്മുടെ ചില പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നിവേദനമായി സമർപ്പിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള പദ്ധതിയോ പ്രത്യേക സഹായമോ വേണം ഇവയ്ക്ക് പണം നൽകാൻ. ഇത്തവണ വയനാട് ദുരന്തം, വന്യജീവി ആക്രമണം, വിഴിഞ്ഞം, തോട്ടവിളകൾ എന്നിവയ്ക്കായിരുന്നു മുൻഗണന. ബീഹാറിനും മറ്റും എന്തെല്ലാം സഹായങ്ങൾ പ്രത്യേകമായി നൽകി. കേരളത്തിൻ്റെ നിവേദനത്തിന് കടലാസ് വില കൽപ്പിച്ചില്ല. ഇനി ഒന്നുകൂടി പറയട്ടെ, നിങ്ങൾ പിന്നോക്കാവസ്ഥയുടെ പേര് പറഞ്ഞ് വാരിക്കോരി കൊടുക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുണ്ടല്ലോ, ഓരോ വർഷം കഴിയും തോറും ദേശീയ ശരാശരി പ്രതിശീർഷ വരുമാനത്തിൽ നിന്നും അവർ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. പണം വാരിക്കോരി കൊടുത്തിട്ട് കാര്യമില്ല, നയങ്ങൾ മാറ്റണം. കേരളത്തെ കണ്ടുപഠിക്കാൻ ബി.ജെ.പി. ഭരിക്കുന്ന വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തയ്യാറാവണം.